ഇത് അവന്മാരെവിടെ പോയി കിടക്കുന്നു? നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. വരുമായിരിക്കും അമ്മ, ഞാൻ ആദ്യം വിളിച്ചിട്ട് എടുത്തില്ല. ഫോൺ എടുത്തിട്ട് കാര്യം പറഞ്ഞുകൂടെ ഇവർക്ക്? നാത്തൂനെ ഒന്ന് വിളിക്ക് നാത്തൂനെ. എടുക്കണില്ലാന്നേ, അവരെന്തെങ്കിലും തിരക്കിലായിരിക്കും, വരും. എന്നാലും എത്ര സമയം ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ, അമ്മാവനുണ്ട്. അവരെ കണ്ടോ? അവരെ കണ്ടോ? അവിടെ ഓരോ കാര്യങ്ങൾ എന്താ ഞാൻ ഈ കാണുന്നത്? അണിഞ്ഞൊരുങ്ങി സുന്ദരിമാരായിട്ടുണ്ടല്ലോ എല്ലാരും. അവരുടെ മുമ്പിൽ പിടിച്ചേക്കണ്ടേ? എത്ര നേരം ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി നിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞു പോയ ആളുകളാ. മണിക്കൂർ 1 ആയി. അല്ല, അതിന് കുഴപ്പമില്ല. ഒരു ഓട്ടോറിക്ഷ ഞാൻ അങ്ങോട്ട് ആക്കി തന്നാ മതിയല്ലോ. അമ്മാവനെ ആക്കുകയൊന്നും വേണ്ട, വേണ്ട. ഏട്ടൻ വന്ന് എന്നെ കൊണ്ടുപോയാ മതി. എടി, അവര് ഇതിന്റെ ഭാരവാഹികളല്ലേ, 100 തിരക്കുണ്ടാവും. ഓരോ കാര്യത്തിന് ഓടിപ്പോയി നമ്മൾ സഹകരിക്കണ്ടേ? തിരക്കാണെങ്കിൽ വിളിച്ചു പറയാലോ. ഞാൻ അപ്പോഴേ നാത്തൂനോട് പറഞ്ഞില്ലേ ഇത് മനഃപൂർവ്വമാണ്, വെറുതെ നമ്മളെ ഒരുക്കി കെട്ടി നിർത്തിയതാ. എടി, അങ്ങനെ ചെയ്യൂല അവര്. എടാ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇപ്പൊ ഞാൻ വിളിച്ചോളൂ, എപ്പോഴും വിളിക്കണ്ട. വല്ല തിരക്കിൽ നിൽക്കുവാണെങ്കിൽ ദേഷ്യാവും. എന്ത് തിരക്കായാലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർക്കണ്ടേ? പിന്നെ എന്ത് ഭാരവാഹികളാ? ഞാൻ വിളിച്ചോക്കട്ടെ. ചിലപ്പോ എന്നോട് അങ്ങോട്ട് ആക്കി തരാൻ പറഞ്ഞാൽ ആക്കി തരണ്ടേ ഞാൻ? എന്നാ അവര് വരുമ്പോ എന്നെ വിളിച്ചാ മതി അമ്മ. ഈ നേരം വഴിക്കാൻ നേരത്തെ ഈ പെണ്ണുങ്ങൾ ഇത് എന്താ ചെയ്യണേ? ഒരു 10 മിനിറ്റ് കാത്തുന്നൂടെ? തിരക്കുണ്ടാവില്ലേ? എന്താ പറയുന്നത്? റിങ് ചെയ്യണ്ട്, എടുക്കില്ലെന്നേ. ഫോൺ എവിടെയും വെച്ചായിരിക്കും. ഇനിയിപ്പോ അവര് വരട്ടെ. വെറുതെ അണിഞ്ഞൊരുങ്ങി നിന്നത് എന്നെ മെച്ചം. കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ ആദരിക്കാഞ്ഞിട്ടാ.